പ്രിയ വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ന്യൂ ചാപ്റ്റർ സർക്കിൾ മെഷേഴ്സ് അല്ലേ. സെക്കൻഡ് വോളിയം സെക്കൻഡ് ചാപ്റ്റർ 9 സർക്കിൾ മെഷേഴ്സ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ദെൻ ഫസ്റ്റ് സെക്ഷനൊക്കെ വളരെ ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തു. ഫസ്റ്റ് വോളിയത്തിന് ഒരു 30 എബോ യൂണിറ്റ് ടെസ്റ്റ് പ്രിപ്പയർ ചെയ്തു. ഒരു 3 മിഡ് ടേം എക്സാംസ് കണ്ടക്ട് ചെയ്തു. എല്ലാം ഭംഗിയായിട്ട് ഇരിക്കുകയാണ്. ദെൻ ഇനി അതേപോലെ തന്നെ അടുത്ത സെക്ഷൻ വരുന്നുണ്ട്. പോളിനോമിയൽസ്, സർക്കിൾ മെഷേഴ്സ് അങ്ങനെ വരുന്ന സെക്ഷൻസാണ് അടുത്ത സെക്ഷൻ വരുന്നത്. വളരെ വൃത്തിയായിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ഫിനിഷ് ചെയ്യണം, ടേംസ് നടത്തണം, ഒക്കെ ചെയ്യണം. അപ്പോൾ നല്ല കുട്ടികളായിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. സർക്കിൾ മെഷേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ വലിയ ഡീറ്റെയിൽ കേസസ് ഒന്നുമില്ല. ഒരു 4 ടോപ്പിക്സിൽ നമുക്ക് ഫിനിഷ് ചെയ്യാം. സർക്കിൾസിനെ കുറിച്ച് ചെറിയ ഫിഫ്ത്ത് ചാപ്റ്ററിൽ പ്രാക്ടീസ് ചെയ്തതാണ്. സർക്കിൾസ്, സർക്കം സർക്കിള്, കൺസ്ട്രക്ഷൻസ്, പ്രൂവ് ദാറ്റ്, സം കേസസ് ഒക്കെ. ഇവിടെ നമുക്കുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദി സർക്കിൾ പഠിക്കാനുണ്ട്, പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ, സെക്ടർ, ആർക്ക് ലെങ്ത് ഓഫ് ദി സെക്ടർ, പെരിമീറ്റർ ഓഫ് ദി സെക്ടർ, ഏരിയ ഓഫ് ദി സെക്ടർ, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് ആയിട്ട് വരുന്ന പാർട്ടാണ് സർക്കിൾ മെഷേഴ്സ്. പേടിക്കാനൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ജോമെട്രിക്കൽ കേസസ് ഒന്നുമില്ല, കുറച്ചൊരു പ്രൂവ് ദാറ്റ് പിന്നെ പ്രോബ്ലംസ് എല്ലാം ഉണ്ട്, മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത നല്ല രസകരമായ ചാപ്റ്ററാണ്. ഇവിടെ സർക്കിൾ മെഷേഴ്സിൽ ഫസ്റ്റ് സൈഡ് ഹെഡിങ് എഴുതുക സർക്കിൾ ആൻഡ് പോളിഗൺസ്. വലിയ ഡീറ്റെയിൽ സ്റ്റഡീസ് ഒന്നുമില്ല. ആദ്യമായിട്ട് ഇൻട്രൊഡക്ഷൻസ് വലിയ ഡീറ്റെയിൽസ് ഒന്നുമില്ല, ചെറിയ പ്രൂവ് ദാറ്റിലൂടെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. സർക്കിൾസ് ആൻഡ് പോളിഗൺസ് ആണ് ഫസ്റ്റ് സൈഡ് ഹെഡിങ്. സർക്കിൾസ് ആൻഡ് പോളിഗൺസ്. Polygons, what is mean by polygon? 8th പഠിച്ചല്ലേ. Polygon is a closed figure more than 2 sides. Polygon is a closed figure more than 2 sides. Triangle is a simple polygon. Triangle ആണ് സിമ്പിൾ പോളിഗൺ എന്നൊക്കെ വളരെ ഡീറ്റെയിൽ പഠിച്ചതാണ്. ട്രയാങ്കിൾ, ക്വാഡ്രിലാറ്ററൽ, പെൻറ്റഗൺ, ഹെക്സഗൺ, ഒക്ടഗൺ, ഹെപ്റ്റഗൺ, ഇൻഫിനിറ്റി ടൈപ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽസ് ആർ പോളിഗൺസ് ആർ ദെയർ. കുറേ കേസസ് ഉണ്ട്. ഇവിടെ നമുക്ക് സർക്കിൾസ് ആൻഡ് പോളിഗൺസ്, സർക്കിൾസും പോളിഗൺസും റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ആപ്ലിക്കേഷൻ പ്രൂവ് ദാറ്റാണ് ഫസ്റ്റ് സെക്ഷനിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുക. പഠിക്കാനൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. പ്രൂവ് ദാറ്റ് ദി സർക്കംസെൻറ്റർ ഓഫ് എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈസ് ദി സെയിം ആസ് ഇറ്റ്സ് സെൻട്രോയിഡ്. Prove that the circumcenter of an equilateral triangle is the same as its centroid. ഇത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുക. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സർക്കിൾ കൺസ്ട്രക്റ്റ് ചെയ്തു. സെൻട്രോയിഡും സർക്കംസെൻറ്ററും സെയിം ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്താണ് സെൻട്രോയിഡ്, എന്താണ് സർക്കംസെൻറ്റർ എന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. സെൻട്രോയിഡ് മീൻസ് 3 മീഡിയൻസ് മീറ്റ് അറ്റ് എ സിംഗിൾ പോയിൻ്റ് ആണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് മീഡിയൻ. CF, AD ആൻഡ് BER മീഡിയൻസ്. മീഡിയൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊക്കെ ബൈസെക്റ്റ് ആയിട്ട് വരയ്ക്കുന്ന ലൈൻ ഡ്രോൺ ഫ്രം വൺ വേർട്ടെക്സ് ടു മിഡ് പോയിൻ്റ് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡാണ് മീഡിയൻ. Then in an equilateral triangle ABC, circumcircle with center O. Then circumcenter of an equilateral triangle and centroid are equal. അതായത് O എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ മിഡ് പോയിൻ്റ് മീഡിയൻസ് ആണ് വരുന്നത്. O എന്ന് പറയുന്നത് O ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ O എന്ന് പറയുന്നത് സർക്കംസെൻറ്റർ ആൻഡ് സെൻട്രോയിഡ് രണ്ടും സെയിം ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സർക്കംസെൻറ്റർ ആൻഡ് സെൻട്രോയിഡ് ഓഫ് എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആർ സെയിം എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രൂവ് ദാറ്റ് നമുക്കറിയാം. ഒരു പ്രൂവ് ദാറ്റ് കേസ് വരുമ്പോൾ ഫിഗർ മസ്റ്റാണ്. ഫിഗർ കൺസ്ട്രക്ട് ചെയ്തു. ABC ഈസ് എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സർക്കിൾ വിത്ത് സെൻറ്റർ O അല്ലേ. ആദ്യം നമുക്കൊരു ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. എല്ലാവരും ഫിഗർ വരച്ചതിന് ശേഷം ഗിവൺ ചെയ്ത് ഒരു തിയറം, ഒരു പ്രൂഫ് ആയതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ചെയ്യാം. ഗിവൺ ABC ഈസ് എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ABC ഈസ് എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ circle with center O. ABC is an equilateral triangle, circle with center O. Then
CF, AD, BE are medians. CF, AD, BE are medians ആണെന്ന് എഴുതി വെച്ചു. മീഡിയൻസ്. ABC is an equilateral triangle circumcircle with center O. ABC is an equilateral triangle circumcircle with center O. Then CF, AD, BE are എന്താണ് medians. CF and AD and BE are medians. ഇത്രയും കേസാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ കൺസ്ട്രക്ഷൻസ് വേറെ ഒന്നുമില്ല. പിന്നീട് നമുക്ക് ടു പ്രൂവ് ചെയ്യേണ്ട കേസാണ്. എന്താ പ്രൂവ് ചെയ്യേണ്ട കേസ്? സർക്കംസെൻറ്റർ ഓഫ് ദി സർക്കിൾ ആൻഡ് സെൻട്രോയിഡ് ഓഫ് ദി ട്രയാങ്കിൾ ആർ ഈക്വൽ. സർക്കംസെൻറ്റർ ആൻഡ് സെൻട്രോയിഡ് ഓഫ് ദി ട്രയാങ്കിൾ ആർ ഈക്വൽ. എഴുതി വെക്കുക. സർക്കംസെൻറ്റർ ആൻഡ് സെൻട്രോയിഡ് ഓഫ് ദി ട്രയാങ്കിൾ ABC ആർ ഈക്വൽ. ട്രയാങ്കിൾ ABC ആർ ഈക്വൽ. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. സർക്കംസെൻറ്റർ ആൻഡ് സെൻട്രോയിഡ് ഓഫ് ദി ട്രയാങ്കിൾ ABC ആർ ഈക്വൽ. അപ്പോൾ ഫസ്റ്റ് ഫിഗർ ഹാഫ് മാർക്ക്. ദെൻ ഗിവൺ ആൻഡ് ടു പ്രൂവ് കേസ്. ഇത്ര എഴുതി വെച്ചാൽ 1 മാർക്കിൻ്റെ കേസസ് ആയി. എന്നോട് ഞാൻ പറയാം, ഫിഗർ കൺസ്ട്രക്ട് ചെയ്ത് വളരെ നീറ്റായിട്ട് വരയ്ക്കുക. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ സൈഡ് മെഷർമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ഇല്ല. കൺസ്ട്രക്ഷൻ സർക്കിൾ കൺസ്ട്രക്ട് ചെയ്തു. ഗിവൺ സ്റ്റേറ്റ്മെൻറ്റിൽ ABC ഈസ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ circumcircle with center O. CF, AD, BE are medians. To prove circumcenter and centroid of the triangle are equal അല്ലെങ്കിൽ സെയിം എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അതിൻ്റെ പ്രൂഫിലേക്ക് കിടക്കാം അല്ലേ? പ്രൂഫ് എങ്ങനെയാണ് പ്രൂഫ് വരുന്നത് നോക്കാം. പ്രൂഫ്, അടുത്ത പോയിന്റ് പ്രൂഫ്. ദെൻ നമുക്കറിയാം, ഞാൻ പറയുന്നു CF ഈസ് പെർപെൻഡിക്കുലർ ടു AB. CF ഈസ് പെർപെൻഡിക്കുലർ ടു AB. AD ഈസ് പെർപെൻഡിക്കുലർ ടു BC. AD ഈസ് പെർപെൻഡിക്കുലർ ടു BC ആൻഡ് BE ഈസ് പെർപെൻഡിക്കുലർ ടു AC. എന്താ റീസൺ? വെറുതെ എങ്ങ് പറയാൻ പറ്റുമോ? എന്താ റീസൺ? ഇൻ എനി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ലൈൻ ഡ്രോൺ ഫ്രം വൺ വേർട്ടെക്സ് ടു മിഡ് പോയിന്റ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ് ഈസ് പെർപെൻഡിക്കുലർ. അങ്ങനെ ഒരു കേസ് ഉണ്ട്. ഇൻ എനി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ലൈൻ ഡ്രോൺ ഫ്രം വൺ വേർട്ടെക്സ് ടു മിഡ് പോയിന്റ് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ് ഈസ് പെർപെൻഡിക്കുലർ. അപ്പോൾ അതിൻ്റെ റീസൺ എഴുതി വെക്കുക. 3 കേസ്. അപ്പം AD ഈസ് പെർപെൻഡിക്കുലർ ടു BC ആണ്. ലൈൻ ഡ്രോൺ ഫ്രം മിഡ് പോയിൻ്റ് ആണ്. ലൈൻ ഡ്രോൺ ഫ്രം വെർട്ടെക്സ് ടു മിഡ് പോയിൻറ്റിലേക്കാണ് വരയ്ക്കുന്നത്, മീഡിയൻ ആയതുകൊണ്ട്. ദെൻ CF പെർപെൻഡിക്കുലർ ആണ്. BE ഈസ് പെർപെൻഡിക്കുലർ ആണ്. CF പെർപെൻഡിക്കുലർ ടു AB. AD ഈസ് പെർപെൻഡിക്കുലർ ടു BC. BE ഈസ് പെർപെൻഡിക്കുലർ ടു AC. ബ്രാക്കറ്റ് ഇട്ട് റീസൺ എഴുതി വെക്കുക. ഇൻ എനി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ line drawn from one vertex to opposite side midpoint of opposite side എഴുതിക്കോളി. line drawn from one vertex to midpoint of the opposite side is perpendicular. അപ്പോൾ CF perpendicular to AB, AD is perpendicular to BC and BE is perpendicular to AC. In any equilateral triangle, line drawn from one vertex to opposite side, midpoint of opposite side is perpendicular. എന്താണ് റീസൺ? ഇൻ എനി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ലൈൻ ഡ്രോൺ ഫ്രം വൺ വേർട്ടെക്സ് ടു മിഡ് പോയിന്റ് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ് ഈസ് പെർപെൻഡിക്കുലർ. അപ്പോൾ അത് പെർപെൻഡിക്കുലർ ആണല്ലോ അല്ലേ? പിന്നെ നമ്മൾ പഠിച്ചിട്ടില്ലേ എന്ത് പെർപെൻഡിക്കുലർ എന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് ദി സർക്കിൾ ആണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഈസ് പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് ദി സർക്കിൾ. CF ഈസ് പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് ദി സർക്കിൾ. BE ഈസ് പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് ദി സർക്കിൾ. AD ഈസ് പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് ദി സർക്കിൾ. ദെർഫോർ സർക്കംസെൻറ്റർ ആൻഡ് സെൻട്രോയിഡ് ഓഫ് ദി ട്രയാങ്കിൾ ആർ ഈക്വൽ. അടുത്ത ലൈനിൽ എഴുതിയേക്കുക. In any perpendicular bisector of triangle, in any perpendicular bisector
passing through center of the circle. Any perpendicular bisector of a chord passing through center of the circle. Perpendicular bisector of a chord passing through center of that circle എന്നാണ് നമ്മൾ പഠിച്ചത്. ഇത് ഫസ്റ്റ് സർക്കിൾ പഠിച്ചതാ. അടിയിൽ എഴുതി വെക്കുക, കൺക്ലൂഷൻ ആയിട്ട് എഴുതി വെക്കുക. ഇൻ എനി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ കോഡ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ ഓഫ് എ സർക്കിൾ. പാസിംഗ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ ഓഫ് എ സർക്കിൾ. സെൻറ്റർ ഓഫ് ദി സർക്കിൾ. ദെർഫോർ നമുക്കെന്ത് പറയാം? ദെൻ സി എഫ് ഈസ് പാസിംഗ് ത്രൂ ഒ. Then AD is passing through O. B is passing through O. Therefore, center of the circumcenter and centroid of the equilateral triangle are same. Circumcenter and centroid of the equilateral triangle are same. Circumcenter and centroid of the equilateral triangle are same. അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ആ സെൻറ്റർ പോയിൻ്റ് ഒ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് ദി സർക്കിൾ ടു പോയിൻ്റ് ഓഫ് ദി കോഡ് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ സർക്കിളിൻ്റെ കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ബൈസെക്ടർ പാസിംഗ് ത്രൂ സെൻറ്റർ. അപ്പോൾ സെൻറ്റർ ഓഫ് ദി സർക്കിളാണത്. എന്നിട്ട് മീഡിയൻ പാസ് ചെയ്യുന്നതും സെൻറ്ററിലാണ്. ദെൻ അതിലൂടെ നമുക്ക് എന്ത് പറയാം? സർക്കംസെൻറ്റർ ഈസ് ഈക്വൽ ടു സെൻട്രോയിഡ് ഓഫ് ദി ട്രയാങ്കിൾ. ഒരു ചെറിയ പ്രൂഫാണ്. ഒന്നുകൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഫിഗർ കറക്റ്റ് ചെയ്യുക. എല്ലാവർക്കും ഫിഗർ കറക്റ്റ് ചെയ്തു. ഗിവൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻ എ ബി സി ഈസ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ സർക്കിൾ വിത്ത് സെൻറ്റർ ഒ. ദെൻ സി എഫ് എ ഡി ആൻഡ് ബി ഇ ആർ മീഡിയൻസ്. ടു പ്രൂവ് ചെയ്യേണ്ട കേസ് എന്താണ്? ദെൻ സർക്കംസെൻറ്റർ ഓഫ് ദി സർക്കിൾ ആൻഡ് സർക്കംസെൻറ്റർ ആൻഡ് സെൻട്രോയിഡ് ഓഫ് ദി ട്രയാങ്കിൾ ആർ സെയിം എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ദെൻ പ്രൂഫ് എന്താണ്? സി എഫ് ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി, എ ഡി ഈസ് പെർപെൻഡിക്കുലർ ടു ബി സി, ബി ഈസ് പെർപെൻഡിക്കുലർ ടു എ സി. ഇൻ എനി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ലൈൻ ഡ്രോൺ ഫ്രം വൺ വെർട്ടെക്സ് ടു മിഡ് പോയിൻ്റ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ് ഈസ് പെർപെൻഡിക്കുലർ. In any equilateral triangle, line drawn from one vertex to midpoint of opposite side is perpendicular. അപ്പോൾ അതൊരു പെർപെൻഡിക്കുലർ ആയി മാറി. അപ്പോൾ സി എഫ് പെർപെൻഡിക്കുലർ എ ബി, എ ഡി ഇസ് പെർപെൻഡിക്കുലർ ബി സി, ബി ഇസ് പെർപെൻഡിക്കുലർ എ സി. ദെൻ അതിൻ്റെ റീസൺസ് എഴുതി വെച്ചു. നെക്സ്റ്റ് കേസ് നമുക്കറിയാം എന്ത്? any line perpendicular bisector of a chord passing through center of the circle. Perpendicular bisector of a chord passing through center of the circle. അപ്പോൾ therefore CF is passing through center ആണ്, AD is passing through center of the circle, B is passing through center of the circle. Therefore അല്ലെങ്കിൽ so then circumcenter and centroid of the triangle equilateral triangle are same എന്ന് എഴുതി കൺക്ലൂഷൻ അവസാനിപ്പിക്കുക കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണല്ലോ, വളരെ സിമ്പിളാണ്. അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ചെറിയ ഒരു പ്രൂഫാണ്, ക്രൈറ്റീരിയയാണ്, പഠിക്കണം, എക്സാമിന് വരാൻ ചാൻസസ് ഉള്ള ഒരു കേസാണ്. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സർക്കംസെൻറ്റർ ആൻഡ് സെൻട്രോയിഡ് ഓഫ് എൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആർ സെയിം എന്നാണ് പറയുന്നത്. സർക്കംസെൻറ്റർ ഓഫ് എൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഈസ് ദി സെയിം ആസ് ഇറ്റ് സെൻട്രോയിഡ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, അതിൻ്റെ സബ്ബായിട്ട് അല്ല പിക്ചർ തന്നെയാണ് അതിലൊരു ക്വസ്റ്റ്യൻ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ സെക്കൻഡ് പ്രൂഫല്ല പ്രോബ്ലം ആയിട്ട് എഴുതുക. കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് എൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് എൻ സൈഡ് ഓഫ് എൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് എൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ with vertices on a circle of diameter, with vertices on a circle of diameter 1 centimeter. Vertices on a circle of diameter 1 centimeter. സെയിം ഫിഗർ വരയ്ക്കുക, സെയിം ഫിഗർ വരയ്ക്കുക. അതാണ് ഫിഗർ മയക്കാതിരുന്നത്. ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് എൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഡയമീറ്റർ 1 centimeter ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുക, റേഡിയസ് എത്രയായിരിക്കും? 1/2 ഹാഫ് ആയിരിക്കും എന്ന് നമുക്കറിയാം. 1/2 OA ആണ് റേഡിയസ്, OD റേഡിയസ് അല്ല, OA റേഡിയസ് ആണ്. ഇവിടെ നോക്കുക, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കൂ. ദെൻ പെർപെൻഡിക്കുലർ ആണ്. ദിസ് പെർപെൻഡിക്കുലർ, ദിസ് കോമൺ, AE ഈക്വൽ ആണ്. ബൈസെക്ടർ ആയതുകൊണ്ട് ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഓൾ സൈഡ്സ് ഈക്വൽ ആണ്. അതിൻ്റെ ഹാഫും സെയിം ആയിരിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, ഫിഗർ വരയ്ക്കുക എല്ലാവരും.
equilateral triangle ABC, circumcircle, then AECF and ADBE medians ഒക്കെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചു. ഇനി കൺസിഡർ ട്രയാങ്കിൾ AOE ആൻഡ് AOF. ഇവിടെ കൺസിഡർ ചെയ്യുക ട്രയാങ്കിൾ AOE ആൻഡ് AOE ആൻഡ് AOF. പറഞ്ഞേ AOE ആൻഡ് AOF. പറഞ്ഞേ AOE ആൻഡ് AOF. രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. AE is equal to AF. AE is equal to AF. എന്താണ്? ബൈസെക്ടർ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് അല്ലേ? അപ്പോൾ ഇവിടെ 10 ആണെങ്കിൽ അതിൻ്റെ ഹാഫ് 5, ഇവിടെയും 10 ആയിരിക്കും, അതിൻ്റെ ഹാഫ് 5. ബൈസെക്ടർ ഓഫ് സൈഡ് ഓഫ് ദി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് എഴുതിയാൽ മതി. ബൈസെക്ടർ ഓഫ് സൈഡ് ഓഫ് ദി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ബൈസെക്ടർ ഓഫ് ദി സൈഡ് ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. OA is equal to OA, common side. OA is equal to OA, common side. Angle equal to angle of. Angle equal to angle of. Perpendicular ആണ് നമുക്കറിയാം. Perpendicular എന്ന് എഴുതി വെച്ചാൽ മതി. എന്താണ് perpendicular ആവാനുള്ള റീസൺ? Line drawn from, in an equilateral triangle, line drawn from one vertex to midpoint of opposite side is perpendicular. ചെയ്തതാണ്. അപ്പോൾ ആംഗിൾ ഈക്വൽ ടു ആംഗിൾ ഓഫ് 90 ഡിഗ്രി എന്ന് എഴുതി വെക്കാം. ദീസ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ ട്രയാങ്കിൾസ് അല്ലേ? അപ്പോൾ ആ ചാപ്റ്ററും കൂടി നമുക്ക് അറിയണം. 8th പഠിച്ചേ. ദീസ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ ട്രയാങ്കിൾസ്. ഇൻ എനി റൈറ്റ് ട്രയാങ്കിൾ one side and hypotenuse are equal to one side and hypotenuse of another triangle. Both triangles are equal എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ OA hypotenuse, angle of 90 degree, AE and AF side. Therefore both triangles are equal triangle. Then angle A എത്രയായിരിക്കും വരിക? 60 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇതിനെ കട്ട് ചെയ്താൽ ഈക്വൽ ആയിട്ട് മാറും. എന്തായി മാറും? ഈക്വൽ ട്രയാങ്കിൾസ് ആംഗിൾ സെയിം ആയിരിക്കും. ഇവിടെ 30 കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ 30. ഇവിടെ ഓൾറെഡി 90, ഇവിടെ ഓൾറെഡി ഇപ്പോൾ എത്രയായി മാറി? 60. അപ്പോൾ ആ ട്രയാങ്കിൾ മാത്രം ഞാനിങ്ങനെ വരയ്ക്കുമ്പോൾ ഇത് 30 വരും, സെൻറ്ററിൻ്റെ അവിടെ വരുമ്പോൾ 60, ഇവിടെ അങ്ങോട്ട് 90 വന്നു അല്ലേ? ആ 30 ആക്കി ബൈസെക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ട്രയാങ്കിൾസ് ആർ ഈക്വൽ എന്ന് പ്രൂവ് ചെയ്തത്. അല്ലാണ്ട് വെറുതെ 30 എന്ന് എഴുതി വെക്കുന്ന കളിയല്ലത്. അപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ AOE ആൻഡ് AOF. AOE ആൻഡ് AOF. OA is equal to OA, common side. A is equal to AE, bisector of side equilateral triangle. Then angle equal to angle of 90 degree. In any right triangle, hypotenuse and one side are equal to hypotenuse and one side of another triangle. Both triangles are equal. ആ കേസിൽ ആംഗിൾ OAE ഈക്വൽ ടു ആംഗിൾ OAF 30 ബൈസെക്റ്റ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ദെൻ 30 ഡിഗ്രി 60. ദെൻ റേഡിയസ് ഓഫ് ദി സർക്കിൾ ഹാഫ് 1 ആണ്, ഡയമീറ്റർ 1 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ റേഡിയസ് എത്ര വരിക? ഹാഫ്. ഡയമീറ്റർ ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ. ഒരു പ്രത്യേകം അവർ പറയുന്നുണ്ട്, ട്രയാങ്കിൾ വിത്ത് വെർട്ടെക്സ് ഓൺ എ സർക്കിൾ, ഡയമീറ്റർ 1 സെൻറ്റിമീറ്റർ, റേഡിയസ് ഈക്വൽ ടു 1/2, ഹാഫ്. ഇനി നിങ്ങൾ ചെറിയ 4th ചാപ്റ്ററിലേക്ക് ഒന്ന് പോവുക. ന്യൂ നമ്പേഴ്സിൽ എങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കേസ് ഉണ്ട്. ഇൻ എനി ട്രയാങ്കിൾ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ദി സൈഡ്സ് ആർ ഇൻ ദി റേഷ്യോ 1:√3:2. ഓർമ്മണ്ട? ഇനി ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ 30 60 90 സൈഡ്സ് ആർ ഇൻ ദി റേഷ്യോ 1:√3:2. ദെൻ 90യുടെ ഓപ്പോസിറ്റ് എത്ര? ഹാഫ്. അപ്പോൾ അതിൻ്റെ ഹാഫ് ആയിരിക്കും 30യുടെ ഓപ്പോസിറ്റ് 1/4. കണ്ട? 2 ആകുമ്പോൾ 1, 4 ആകുമ്പോൾ 2, 5, 2.5, 6, 3, 8, 4, 10, 5, 12, 6, 14, 7, 10, 5, 20, 10, 14, 7, ഹാഫ് 1/4. അവിടെ റിലേഷൻ പഠിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ സ്റ്റഡി നിങ്ങൾക്ക് 10th ഹൈ ക്ലാസ്സിലുള്ളൂ പഠിക്കാനുള്ളത് നമുക്കറിയാം. ട്രിഗണോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനുണ്ട്. അവിടെ ചെറിയൊരു ഹിൻറ്റ് പറഞ്ഞതാണ്, ഞാൻ അവിടെ കുറച്ച് കാണിച്ചും തന്നിട്ടുണ്ട്.
in any right triangle 30 degree, 60 degree, 90 degree, the sides are in the ratio 1:√3:2. Then 45, 45, 90, the sides are in the ratio 1:1:√2 എന്നൊക്കെ രണ്ട് കേസ് അവിടെ പറഞ്ഞെന്നാണ് ഡീറ്റെയിൽ പിന്നെ പഠിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 30, 60, 90 ആണ് ഈ ട്രയാങ്കിൾ AOF. AOF ആണ് ട്രയാങ്കിൾ AOF. ഇത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ഇങ്ങോട്ട് മാറ്റി വരച്ചത്. ആ ട്രയാങ്കിളിനെ പീസ് എടുത്ത് ഇങ്ങോട്ട് വരച്ചതാണ് കേട്ടോ. അപ്പോൾ 30 പ്രൂവ്ഡ് നമുക്ക് ചെയ്തു, ബൈസെക്ട് ചെയ്തു 30, 90 ആൻഡ് 60 ആംഗിൾ. ദെൻ റേഡിയസ് ഹാഫ്, ഓപ്പോസിറ്റ് ഓഫ് 90 ഡിഗ്രി ഹാഫ്, ദെൻ ഓപ്പോസിറ്റ് ഓഫ് 30 ഹാഫ്. ഹാഫിൻ്റെ ഹാഫ് എത്ര വരിക? 1/4. അപ്പോൾ ചിലർക്ക് ഹാഫിൻ്റെ ഹാഫ് എത്രയാണ് വരിക എന്നുള്ളത് അതിന് വലിയ ഡൗട്ട് ഉണ്ടാവും. ഹാഫ് ബൈ 2, ഹാഫ് ഇൻറ്റു 1/2, ദാറ്റ് ഇസ് ഈക്വൽ ടു 1/4. അരേൻ്റെ പകുതി കാലല്ലടോ, കാലാണ്, ദാറ്റ് ഇസ് 1/4. ദെൻ യൂസിങ് പൈതഗോറസ് തിയറം AF കാൽക്കുലേറ്റ് ചെയ്യാം. AF ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ OA സ്ക്വയർ മൈനസ് OF സ്ക്വയർ. AF ഈക്വൽ ടു റൂട്ട് ഓഫ് OA ഹൈപ്പോട്ടന്യൂസ് എത്ര? 1/2 സ്ക്വയർ മൈനസ് 1/4 സ്ക്വയർ. 1/4 മൈനസ് 1/16. 16 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 16 മൈനസ് 4 ബൈ എത്രയാ? 64. 16 മൈനസ് 4 ബൈ 64 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 16 മൈനസ് 4 റൂട്ട് ഓഫ് 12/64. 12/64. ഒന്ന് സിംപ്ലസ്റ്റ് ആക്കി എടുക്കുമ്പം 12ന് റൂട്ട് എത്രയാണ് വരുന്നത് മക്കളെ? റൂട്ട് 12 എന്ന് പറഞ്ഞാൽ 2√3 അല്ലേ? 64 റൂട്ട് എത്ര? 8. ദെൻ ഒന്ന് കട്ട് ചെയ്താൽ 4 √3/4. AF ഈക്വൽ ടു √3/4. AF ഈക്വൽ ടു √3/4. അതെന്താണ്? ഹാഫ് ഓഫ് ദി സൈഡാണ്, ഹാഫ് ഓഫ് സൈഡ്. ദെൻ സൈഡ് ഓഫ് ദി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ AB is equal to 2 into √3/4. 4 കട്ട് ചെയ്തു, ദാറ്റ്സ് ഈക്വൽ ടു √3/2 സെൻറ്റിമീറ്റർ എന്നാണ് പറയേണ്ടത്. എന്താ പറയേണ്ടത്? √3/2 സെൻറ്റിമീറ്റർ. അവർ തന്നിരിക്കുന്നത് സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ 4th ചാപ്റ്ററിലെ ന്യൂ നമ്പേഴ്സ് റിലേഷൻസ് പ്രാക്ടീസ് ചെയ്തു. എന്താ ന്യൂ നമ്പർ റിലേഷൻ? ഇൻ എനി റൈറ്റ് ട്രയാങ്കിൾ ഓഫ് ആംഗിൾ 30 degree, 60 degree, 90 degree, the sides are in the ratio 1:√3:2. Larger side 2, then smaller side 1. Larger side 10, smaller side 5. Larger side 12, smaller side 6. Larger side 20, smaller side 10. Larger side 14, smaller side 7. Larger side 8, smaller side 4. Larger side 6, smaller side 3. Larger side half, smaller side 1/4. അതാണ് ഇവിടെ പ്രോപ്പർട്ടി. ഓക്കെ, അങ്ങനെ നമുക്ക് സ്മോളർ സൈഡ് 1/4 കിട്ടി, ലാർജർ സൈഡ് ഹാഫ്. റേഡിയസ് ആണ് 1/2. ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ യൂസിങ് പൈതഗോറസ് തിയറം AF റൂട്ട് ഓഫ് hypotenuse square minus altitude square, 1/2 square minus 1/4 square, 1/2 square 1/4 minus 1/16 cross multiplication. 16 into 1 16 minus 4/64, 12/64. 12 is not a perfect square number. Then 12 in a factorize 2 6 2 3, that is 2√3 എന്ന് എഴുതി. Then √64 is a perfect square 8. 2 8 simplify, then we get √3/4 is the half of side of equilateral triangle. Then double equal to full side 2 into √3/4, that's equal to √3/2 centimeter. Very good, √3/2 centimeter. അപ്പോൾ ഇവിടെ എന്തൊക്കെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു? 8th ഈക്വൽ ട്രയാങ്കിൾസ് ചാപ്റ്റർ യൂസ് ചെയ്തു. 4th ചാപ്റ്റർ ന്യൂ നമ്പേഴ്സിലുള്ള ഒരു റിലേഷൻ യൂസ് ചെയ്തു അല്ലേ? ന്യൂ നമ്പേഴ്സ് തന്നെയല്ലേ ചാപ്റ്റർ പഠിച്ചത്? ന്യൂ നമ്പേഴ്സിലുള്ള ഒരു റിലേഷൻ യൂസ് ചെയ്തു. പിന്നെ പൈതഗോറസ് തിയറം യൂസ് ചെയ്തു. പൈതഗോറസ് തിയറം യൂസ് ചെയ്തു. പിന്നെ 9th നമ്മൾ പഠിച്ചിരിക്കുന്ന ആ തിയറത്തിനെ ബേസ് ചെയ്തുള്ള ഫിഗറൊക്കെ വെച്ചിട്ട് ചെയ്തു, പ്രാക്ടീസ് ചെയ്തു. അത്രയേ ഉള്ളൂ. സെക്കൻഡ് പ്രോബ്ലം സിമ്പിളാണ്.
diameter 1, radius 1/2. Then another consider triangle, both the triangles equal triangles ആക്കി. Then 30, 30, 60, 90, 30, 60, 90. Side relation, larger half ആണ് smaller. 1/2 half 1/4. Then using Pythagoras theorem, half AF calculate ചെയ്തു, full side കണ്ടു. ഓക്കെ, അതിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ കൂടെ തന്നെയുള്ള ആ ഫിഗറുമായി ബന്ധപ്പെട്ട ഒരു സബ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇപ്പം നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൻ്റെ സബ് ക്വസ്റ്റ്യൻ തന്നെയാണ്. കാൽക്കുലേറ്റ് ദി പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ. കാൽക്കുലേറ്റ് ദി പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും കൂടി കാണാനാണ് പറഞ്ഞത്. അപ്പോൾ സൈഡ് എത്രയാണ് വരുന്നത്? √3/2. ഇക്വലാറ്ററൽ ട്രയാങ്കിളാണ്. ഓൾ സൈഡ് √3/2. ഓൾ സൈഡ് √3/2. പെരിമീറ്റർ ഈക്വൽ ടു 3 × √3/2. That is 3 √3/2. Perimeter equal to 3 × √3/2. That is 3 √3/2 centimeter. Sides all side sum ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് പ്രൂഫ് ആ ഫിഗർ തന്നെ. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ സെയിം ഫിഗർ വിത്ത് സൈഡ് ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ റേഡിയസ് 1/2 ആകുമ്പോൾ. ദെൻ തേർഡ് അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണിക്കുന്നത് perimeter of that equilateral triangle 3 × side. Perimeter of equilateral triangle equal to 3 × side. ഇപ്പോൾ സൈഡ്സ് 2 ആണ്, 2 + 2 + 2, 3 × 2. 4 ആണ്, 4 + 4 + 4, 4 × 3. ദാറ്റ് ഈസ് പെരിമീറ്റർ ഓഫ് എ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ അത് ശരിക്കും 3 സബ് ക്വസ്റ്റ്യൻ തന്നെയാണ്. 3 ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫസ്റ്റ് പ്രൂഫ്, സെക്കൻഡ് സൈഡ് കാൽക്കുലേറ്റ് ചെയ്തു, തേർഡ് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നെ എഴുതുക. കാൽക്കുലേറ്റ് ഫസ്റ്റ് നേരത്തെ നമ്മൾ ചെയ്തത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, അതിൻ്റെ സബ് ക്വസ്റ്റ്യൻസ് 1 and 2 ആണ് നമ്മളിപ്പോൾ ചെയ്തത്. കാൽക്കുലേറ്റ് ദി പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ. കാൽക്കുലേറ്റ് ദി പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ with vertices on a circle of diameter 1 centimeter. Calculate the perimeter of a square with vertices on a circle of diameter 1 centimeter. Diameter 1 centimeter ആയിട്ടുള്ള ഒരു സർക്കിൾ ഉണ്ട്. അതിൻ്റെ എന്താ കണ്ടുപിടിക്കുന്നത്? സ്ക്വയറിൻ്റെ പെരിമീറ്റർ. Calculate the perimeter of a square. ABCD is a square. Then diagonal of the square is diameter of the circle ആണ്. Diameter 1 ആണ്. അപ്പോൾ ഇവിടെ ഹാഫ് വരും. Then ഇവിടെയും ഹാഫ് ആണ് വരിക. Diameters are equal ആണ്. Then diagonals of a square are equal. ഇവിടെ നോക്കൂ, ABCD is a square, then diameter of this circle equal to diagonal of the square. Diameter 1 centimeter, then radius equal to half. Then AC is the diameter, that is AC is the diameter that is diagonal of the square. BD is diameter that is diagonal of the square. Diameter 1 half, then ODയും എന്താ വരിക? ഹാഫ് അല്ലേ? ഹാഫ്. സ്ക്വയറിൻ്റെ കേസ് നമുക്കറിയാം, ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. 90 ഡിഗ്രിയിലാണ് ബൈസെക്ട് ചെയ്യുക. സ്ക്വയർ ഈസ് എ റോംബസ് അല്ലേ? പ്രോപ്പർട്ടീസ് ഓഫ് കേസസ് ഒക്കെ പഠിച്ചതാണ് 9th ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് സ്ക്വയർ റോംബസിൻ്റെ കേസിൽ വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വന്ന്? AOB is a right angled triangle. AOB is a right angled triangle in a square. Diagonals are perpendicular bisector. Then half. എങ്ങനെ ഹാഫ് കിട്ടി? റേഡിയസ് ആണ്. OA is radius, OB is radius. Then diagonal of the square equal to diameter of the circle. Diagonal of the square equal to diameter of the circle. Then Pythagoras theorem, AB calculate ചെയ്യുക. പറഞ്ഞോളൂ. AB is the hypotenuse. Hypotenuse square equal to base square plus altitude square. Root of 1/2 square plus 1/2 square. 1/4 plus 1/4. That is 2/4.
√2/2, that is 4 √2 ആണ്. Then AB side of the square equal to √2/2. Then perimeter of the square, perimeter equal to 4 into side, 4 into √2/2. Cut 2, cut 4, cut 2, cut 4, cut 2, cut 4, 2 √2 centimeter. Perimeter of the square equal to 2 √2 centimeter. അപ്പോൾ അവിടെ ഏതൊക്കെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത്? പൈത്തഗോറസ് തിയറം, ദെൻ റിലേഷൻ diameter of the circle equal to diagonal of the square, then diagonal bisect each other perpendicularly. Perpendicular bisector കേസ് പഠിച്ചതാണ്. In a rhombus diagonals are perpendicular bisector, in a square diagonals are perpendicular bisector. Then 90 degree ആണ് ഇവിടെ വരുന്നത്. ഹാഫ് റേഡിയസ്, ദെൻ സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ ആയിട്ട് വന്നു അല്ലേ. ഡയമീറ്റർ ആണ് ഡയഗണൽ, അപ്പോൾ ഹാഫ് വരുമ്പോൾ 1/2 1/2. ദെൻ പൈത്തഗോറസ് തിയറം AB √1/2 സ്ക്വയർ പ്ലസ് 1/2 സ്ക്വയർ 1/4 പ്ലസ് 1/4 2/4, that is √2/2. Then perimeter 4 into side 4 into √3/2. Cut 4, cut 2, cut 4, cut 2, 6 cut 2, cut 4, cut 2, cut ചെയ്തു, that is 2 √2. Side perimeter of the square equal to 2 √2. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആണ്, വളരെ രസമാണ് ഇത് പ്രോബ്ലം ചെയ്യാൻ. വളരെ രസകരമായിട്ട് പ്രോബ്ലം ചെയ്യണം. ചെറിയ ക്ലാസ്സിലുള്ള വലിയ കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വരണം. ചെറിയ ക്ലാസ്സിൽ നമ്മൾ അന്ന് ചെറുതാക്കി വിട്ടതായിരിക്കും. ഇപ്പം നമുക്കത് വലിയ കാര്യങ്ങളാണ് എന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തി. നെക്സ്റ്റ് വൺ, റെഡി അല്ലേ മക്കളെ? റെഡി. കാൽക്കുലേറ്റ് ദി പെരിമീറ്റർ ഓഫ് എ റെഗുലർ ഹെക്സഗൺ. കാൽക്കുലേറ്റ് ദി പെരിമീറ്റർ ഓഫ് എ റെഗുലർ ഹെക്സഗൺ with vertices on a circle of diameter 1 centimeter. With vertices on a circle of diameter 1 centimeter. Calculate the perimeter of a regular hexagon. Regular hexagon സർക്കിളിൻ്റെ അകത്ത് വരച്ചിരിക്കുകയാണ്. Regular hexagon വരച്ചിരിക്കുകയാണ്. In a regular hexagon has divided into 6 equilateral triangles എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. Regular hexagon has divided into 6 equilateral triangle. Regular hexagon has divided into 6 equilateral triangle. കാരണം റെഗുലർ ആയതുകൊണ്ട് 360 ആണ് സെൻട്രൽ ആംഗിൾ, ബൈ 6 വരുമ്പം 60 ആണ്. ദീസ് 2 സൈഡ്സ് ഈക്വൽ ആണ് വരിക. അപ്പോഴെന്താ റേഡിയസ് ആണ്, അത് ഈക്വൽ ആകുമ്പോൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്താ ഇവിടെ പറയുന്നത്? ഡയമീറ്റർ എത്ര ഇവിടെ കാണിച്ചിരിക്കുന്നത്? ഡയമീറ്റർ 1 ആണ്. അപ്പോൾ റേഡിയസ് എന്താണ്? 1/2 1/2. തേർഡ് സൈഡ് ഓൾസോ 1/2. ഇവിടെ നോക്കൂ, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് എന്താ എഴുതിയൊക്കെ ഒരു നെയിം വേണേൽ കൊടുക്കുക. ABCDEF, സെൻറ്റർ O എന്ന് കൊടുക്കാം അല്ലേ. പിന്നെ ABCDEF ഈസ് എ റെഗുലർ ഹെക്സഗൺ. നെക്സ്റ്റ് അടിയിൽ എന്താ എഴുതാം? റെഗുലർ ഹെക്സഗൺ ഹാസ് ഡിവൈഡഡ് ഇൻറ്റു 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. അറിയാത്തവർ ഇവിടെ എഴുതിച്ചോളാം. 360/6 60 ഡിഗ്രി ഈ 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ദെൻ ഡയമീറ്റർ ഈക്വൽ ടു 1 centimeter, റേഡിയസ് ഈക്വൽ ടു ഹാഫ്, OAS ഈക്വൽ ടു ഹാഫ്, OBC ഈക്വൽ ടു ഹാഫ്. ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ മതി. OBC ഈക്വൽ ടു ഹാഫ്. ദെർഫോർ AB equal to half. AOB is an equilateral triangle. BOC equilateral triangle. COD equilateral. ADOE equilateral. COF all equilateral triangles ആണ്. A regular hexagon has divided into 6 equilateral triangle. A regular hexagon has divided into 6 equilateral triangle because 360 central angle, total angle, then divided by 6 60 each angle, then 2 radius are equal, therefore both angles 60 60 60, it is an equilateral triangle. All angles 60 60 60, it is an equilateral triangle. Then AB half എന്ന് കിട്ടി. Then perimeter of regular hexagon, all sides are equal ആയിരിക്കുമല്ലോ. ഹാഫ് 6 into half 3 centimeter. വളരെ സിമ്പിൾ. Perimeter of equilateral triangle equal to 6 into half 3 centimeter. സിമ്പിൾ ആയിട്ടുള്ള കേസ്. ഓക്കെ. അപ്പോൾ റെഗുലർ ഹെക്സഗൺ ഹാസ് ഡിവൈഡഡ് ഇൻ ടു 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ.
all angle 60 degree. ഇവിടെ തന്നിരിക്കുന്നു diameter equal to 1 centimeter, then radius equal to half, radius of the circle equal to side of the regular hexagon half, then 6 into half equal to 3 centimeter. Ready? Correct. അപ്പോൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കേസ് പ്രോപ്പർട്ടി പഠിച്ചു. ഹെക്സഗൺ പ്രോപ്പർട്ടി വന്നു. 60 ഡിഗ്രി ആയിട്ട് കേസ്, പെരിമീറ്റർ 6 ഇൻറ്റു സൈഡ്, എല്ലാ കേസും വന്നു അല്ലേ. ലാസ്റ്റ് ചെറിയ പ്രോബ്ലം. എ സർക്കിൾ ഈസ് ഡ്രോൺ പാസിംഗ് ത്രൂ 4 corners of a rectangle of length 8 centimeter and breadth 6 centimeter. What is the radius of the circle? നോക്കാം. A circle is drawn passing through the 4 corners of a rectangle of length 8 centimeter and breadth 6 centimeter. What is the radius of the circle? അപ്പോൾ എന്താണ്, ഒരു റെക്റ്റാങ്കിള് ലെങ്ത്ത് 8 centimeter ആൻഡ് ബ്രെഡ്ത്ത് 6 centimeter ഡ്രോൺ പാസിങ് ത്രൂ ദി 4 corner. ഒരു സർക്കിൾ ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. 4 corner ഓഫ് എ റെക്റ്റാങ്കിൾ, ഒരു സർക്കിൾ പാസ് ചെയ്തു. ലെങ്ത്ത് എത്രയാണ് റെക്റ്റാങ്കിളിൻ്റെ? 8 ആണ്. ബ്രെഡ്ത്ത് എത്രയാണ്? 6. ഇത് ഞാൻ ഡയഗണൽ കൺസ്ട്രക്ട് ചെയ്തു, ദാറ്റ് ഈസ് ഡയമീറ്റർ. Diagonal of the rectangle equal to diameter of the circle. Diagonal of the rectangle equal to diameter of the circle. Then Pythagoras theorem. ഇവിടെ 90 ആയിരിക്കുമല്ലോ, റെക്റ്റാങ്കിൾ അല്ലേ. Then diagonal equal to root of 8 square plus 6 square, 64 plus 36, root 100 equal to 10. Diagonal equal to 10, that is diameter. Radius equal to 10/2 5 centimeter. Simple ആണല്ലോ. Radius equal to half of the diameter. Diameter of the circle equal to diagonal of the rectangle. Then using Pythagoras theorem, diagonal find out. Then root of 8 square plus 6 square, 64 plus 36, that is equal to root 100. We get 10. Half of the 10 equal to 5. Okay, simple അല്ലേ. പൈതഗോറസ് നമ്മളെ കൂടെ പോരുന്നുണ്ട് അല്ലേ, എവിടെയും വിടുന്നില്ല. പൈതഗോറസ് നമ്മളെ കൂടെ തന്നെ വരുന്നുണ്ട്. അത് വളരെ സിമ്പിളാണ്. ഇനി കുറച്ചും കഴിയുമ്പോൾ ആപ്ലിക്കേഷൻസ് ഒക്കെ മാറും, ഫോർമുലാസിലേക്ക് കിടക്കും, വളരെ സിമ്പിളാവും. ശ്രദ്ധിക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്ക്വയർ ഓഫ് മാക്സിമം സൈസ് ഈസ് ഡ്രോൺ ഇൻ എ സർക്കിൾ. എ സ്ക്വയർ ഓഫ് മാക്സിമം സൈസ് ഈസ് ഡ്രോൺ ഇൻ എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 8 centimeter. Diameter 8 centimeter. What is the perimeter of this square? What is the perimeter of this square? ഒരു സർക്കിളിനകത്ത് മാക്സിമം സൈസിൽ, അതായത് ഫുൾ ഫിറ്റിൽ ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്തു. ഡയഗണൽ 8 സെൻറ്റി എന്താ പറഞ്ഞത്? ഡയമീറ്റർ 8 ആണ്. സർക്കിളിൻ്റെ ഡയമീറ്റർ 8, ദാറ്റ് ഈസ് ഡയഗണൽ. ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ഈക്വൽ ടു ഡയഗണൽ, അത് എപ്പോഴും ഓർമ്മയിൽ വരണേ. 8 centimeter. ദെൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പെരിമീറ്റർ ഓഫ് ദി സ്ക്വയർ ആണ്. സൈഡ് കാൽക്കുലേറ്റ് ചെയ്യണം. സൈഡിന് ഞാൻ എക്സ് എന്ന് എടുത്തു, ശരിയല്ലേ. ഈക്വൽ സൈഡ്സ് ആണ് സ്ക്വയർ. ഡയഗണൽ ഓഫ് ദി ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ഈക്വൽ ടു ഡയഗണൽ ഓഫ് ദി സ്ക്വയർ. ദെൻ കൺസിഡർ സൈഡ് ഓഫ് ദി സ്ക്വയർ എക്സ്. യൂസിങ് പൈത്തഗോറസ് തിയറം, എക്സ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ പ്ലസ് altitude square equal to hypotenuse square. X square plus x square equal to 8 square. 2x square equal to 64. X square equal to 64 divided by 2, 32. X equal to root 32. X equal to root 32. Factorize here root 32. 2, 16, 2, 8, 2, 4, 2, 2. 2 group 2ൽ 1 എടുത്തു, 1 4 1 2 into 2 4 root 2. അതിനെ സിമ്പിളായിട്ട് എങ്ങനെയാണ് എഴുതുക? 16 into 2 ആണ് 32. ദെൻ root 16 equal to 4 root 2. ദെൻ സൈഡ് ഓഫ് ദി സ്ക്വയർ ഈക്വൽ ടു 4 root 2. സൈഡ് ഓഫ് ദി സ്ക്വയർ ഈക്വൽ ടു 4 root 2. ഇവിടെ കേസ് എന്താണ്? ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ഈക്വൽ ടു ഡയഗണൽ ഓഫ് ദി സ്ക്വയർ.
Then using Pythagoras theorem, side of the square consider x. X square plus x square equal to 8 square. 2x square equal to 64. X square equal to 32. X equal to root 32. 4 root 2. Side of the square 4 root 2. Then perimeter equal to perimeter equal to 4 into side 4 into 4 root 2 16 root 2 centimeter. 4 4s are 16. ആഡ് ചെയ്യാൻ പാടില്ല, അൺലൈക്ക് ഇറാഷണൽസ് ആഡ് ചെയ്യരുത്. ഞാൻ ന്യൂ നമ്പേഴ്സിൽ പറഞ്ഞതാണ് 4 + 4 root 2 അങ്ങനെ വെക്കാൻ പാടുള്ളൂ. 4 into 4 root 2 പ്രൊഡക്റ്റ് ചെയ്യാം. 16 root 2 centimeter. പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ സ്ക്വയർ ഈക്വൽ ടു 16 root 2 centimeter. അപ്പോൾ വളരെ സിമ്പിളായുള്ള കേസാണല്ലോ. ഒരു കേസും ഇല്ല. ഫസ്റ്റത്തെ ഒരു പ്രൂഫ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. എന്താണ് ആ ഫസ്റ്റത്തെ പ്രൂഫ് എന്ന് എല്ലാവർക്കും അറിയാം. ഇൻ എനി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ സർക്കംസെൻട്ര ആൻഡ് സെൻട്രോയിഡ് ആർ ഈക്വൽ എന്നാണ്. അതിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്തു, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിരിക്കുന്ന പ്രോപ്പർട്ടീസിലൂടെ ചെയ്തു. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ അതിൽ നമുക്ക് എന്ത് ചെയ്തു, സൈഡ് ഓഫ് ദി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഡയമീറ്റർ 1, റേഡിയസ് 1/2. ദെൻ തേർഡ് സൈഡ് 30 60 90 യൂസ് ചെയ്ത് 1/4 പൈത്തഗോറസ് വെച്ച് സൈഡ് കണ്ടു. ദെൻ പെരിമീറ്റർ കാണാൻ. പിന്നീട് ആപ്ലിക്കേഷൻ കുറച്ച് പ്രോബ്ലംസ് മാത്രമാണ് പ്രാക്ടീസ് ചെയ്തത്. വളരെ സിമ്പിളാണ് സർക്കുലർ മെഷേഴ്സ്. ഇനിയൊക്കെ ഫോർമുലാസ് വെച്ചുള്ള കാൽക്കുലേഷനാണ്. ഇനി അങ്ങോട്ടൊക്കെ വരുന്നത് ഡയമീറ്റർ ആൻഡ് പെരിമീറ്റർ റിലേഷൻസ് ഉണ്ട്, അതാണ് സെക്കൻഡ് ടോപ്പിക്ക്. ദെൻ ന്യൂ നമ്പർ ടോപ്പിക്ക്, റേഡിയസ് ആൻഡ് ഏരിയ കാണാൻ, സെക്ടർ ആൻഡ് ആർക്ക് ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് സെക്ടർ. അങ്ങനെ ഒരു 4-5 ടോപ്പിക്കിൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. വളരെ ഭംഗിയായിട്ട് പഠിക്കുക മക്കളെ, ചെയ്ത് പഠിക്കുക, എഴുതി പഠിക്കുക, പ്രൂഫൊക്കെ എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഡിസ്കഷനിൽ നിർബന്ധമായിട്ട് പങ്കെടുക്കുക. ഡിസ്കഷനിൽ പറയുമ്പോൾ ചെയ്തും കൂടി പ്രാക്ടീസ് ചെയ്താൽ നമ്മൾ ഫിറ്റായി. അതുകൊണ്ട് എല്ലാവരും പങ്കെടുക്കുക, എല്ലാവരും ചെയ്ത് പഠിക്കണം. നന്ദി, നമസ്കാരം.